സർ 3 പാക് ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതായി രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിപ്പോൾ എല്ലായിടത്തും വാർത്തയായി. എന്താണ് ഈ ആ, രഹസ്യാന്വേഷണ വിഭാഗം ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടോ? ഇവരാരെ ലക്ഷ്യം വെച്ചാണ് വന്നിരിക്കുന്നത്? എന്താണ് ഇവരുടെ ഉദ്ദേശ്യം? അല്ല, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. രാജ്യം അതീവ ഗൗരവത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. ഇവർ നേപ്പാൾ വഴിയാണ് കടന്നതെന്ന് പറയും. ഓ, അത് ശരി. നേപ്പാൾ വഴി, നേപ്പാളിൽ പോകുന്നതിന് നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ വിസയോ മറ്റേതോ ഒന്നും ആവശ്യമില്ല. വളരെ ലിബറൽ ആയിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നു. നേപ്പാളിലായാലും ഭൂട്ടാനിലായാലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഭൂട്ടാനിൽ പിന്നെ അത്ര പെട്ടെന്ന് അങ്ങ് പോക്ക് വരവ് നടക്കത്തില്ല. നേപ്പാൾ നമുക്ക് വളരെ എളുപ്പമാണ്, റോഡ് മാർഗം. അപ്പൊ ഈ നേപ്പാൾ വഴിയാണ് വന്നിരിക്കുന്നത്. അതും ബീഹാറിലാണ് വന്നിരിക്കുന്നത്. ഓ, അത് ശരി. അപ്പൊ അത് വളരെ ഗൗരവമാണല്ലോ. ബീഹാറില് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അതെ അതെ. അപ്പൊ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും അവിടെ ഉണ്ട്. ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ എല്ലാവരും അവിടെ ഉണ്ട്. അല്ല, അവര് നടത്തുന്ന പേക്കൂത്താണെങ്കിലും വോട്ടധികാര യാത്ര, നമ്മൾ അവർക്ക് സംരക്ഷണം രാജ്യം കൊടുക്കണമല്ലോ. കേന്ദ്ര അല്ലേ, അതെ അതെ, ആഭ്യന്തര മന്ത്രാലയം അവർക്ക് വേണ്ട സംരക്ഷണം കൊടുത്തേ പറ്റൂ. അതെ, രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ്, എത്ര കോമാളിയാണെങ്കിൽ പോലും അത് കൊടുത്തേ പറ്റുകയുള്ളൂ. അപ്പൊ അങ്ങനെ അതൊരു വഴിക്കൂടെ നടക്കുന്നുണ്ട്. സെപ്റ്റംബർ 1 അവരുടെ സമാപനം. പിന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് വിജ്ഞാപനം ആയിട്ടില്ല. പ്രധാനമന്ത്രി അടക്കം VVIPകളുടെ സന്ദർശനം വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി വേണം. വളരെ കൃത്യമായിട്ട് ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എന്തോ ഒരു ഗൂഢോദ്ദേശം. അട്ടിമറിക്കുകയാണോ, ഈ അവസരം അതിന് കാര്യങ്ങൾ അനുസരിച്ച് നീക്കാൻ സൗകര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണോ? കാരണം ഇപ്പൊ പഹൽഗാമിലെ തന്നെ ഭീകരാക്രമണം, അവിടുത്തെ ടൂറിസത്തിന്റെ വരവ്, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടല്ലേ അതെ അവരക്കാര്യത്തിൽ മൂവ് ചെയ്തത്. വളരെ ആസൂത്രിതമായിട്ടായിരുന്നു. അപ്പം നമ്മളതിന് മറുപടി കൊടുത്തു, അത് വേറെ കാര്യം. ഇപ്പോഴും നമ്മളുടെ മേൽ നടത്തിയ ആ നടുക്കത്തിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് വിട്ടുമാറിയിട്ടില്ലെന്നുള്ളതാണ്. പക്ഷേ ഒരിക്കലും മായ്ച്ചാലും മായ്ക്കാൻ കഴിയാത്തൊരു മുറിവാണ് പഹൽഗാം നമ്മുടെ ഉള്ളിൽ ഏൽപ്പിച്ചത്. അത് ഇനി ഇതുപോലെ ഒരെണ്ണം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ ഭരണകൂടം നിഷ്കർഷിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് വളരെ ജാഗ്രതയോടെ ചില ഭാഗങ്ങളൊക്കെ തുറന്നു കിടക്കുകയാണല്ലോ. ബംഗാളിലും മറ്റുമൊക്കെ മമത പറയുന്നത് അങ്ങ് തുറന്നിട്ട് എല്ലാവരും വരട്ടെ, അതിന് ദേവോ ഭവ, വന്ന് കയറുന്നതോ രാജ്യവാദികളും ഭീകരവാദികളും. എന്തിനു വേണ്ടിയിട്ട്? ചെങ്കോട്ടയിൽ മോദി നടത്തിയ പ്രസംഗത്തിനകത്ത് പറയുന്ന ഒരു കാതലായ ഭാഗമുണ്ട്. ഒരു നുഴഞ്ഞുകയറ്റക്കാരെയും അനധികൃതമായിട്ടുള്ള ഒന്നിനെയും ഇവിടെ അനുവദിക്കത്തില്ല. നമ്മുടെ ഭക്ഷണം കൈയിട്ട് വരാൻ ആരും അനുവദിക്കത്തില്ല. നമുക്ക് 140-145 കോടി ജനങ്ങൾക്ക് കഴിയാനുള്ള പ്രകൃതി വിഭവങ്ങളും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് ആവശ്യത്തിനുള്ളതാണ്. ഇത് മറ്റൊരാൾ കൊണ്ടുപോകാനുള്ളതല്ല എന്നുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. മമത കാണിക്കുന്നത് എന്താണ്? ഈ ബംഗ്ലാദേശികളെ അനധികൃതമായിട്ട് ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി എല്ലാ സൗകര്യങ്ങളും കൊടുക്കുകയാണ്. വോട്ടേഴ്സ് ID കാർഡ്, ആധാർ കാർഡ്, റേഷൻ കാർഡ് ഒക്കെ കൊടുത്ത് അവരെ പോറ്റി വളർത്തി നമ്മുടെ രാജ്യത്തിനെതിരെ സമരം ചെയ്യാനും കലാപം ഉണ്ടാക്കാനും ഈ ദേശീയതയ്ക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കാനും പിന്നെ മമതയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ. അത് മോദി മുറുക്കെ പിടിച്ചപ്പോഴാണ് മമത എന്ത് ചെയ്തത്? കേരളത്തിൽ 10-23 ലക്ഷം ബംഗാളികളുണ്ട്, അവരെ എല്ലാം ഇനി വിളിക്കുന്ന, ഇനി പോരു മക്കളെ, ഞാൻ എല്ലാ സൗകര്യവും ചെയ്തു തരാം, കേരളത്തിൽ പോയി കിടന്ന് കഷ്ടപ്പെടണ്ട എന്ന് പറയുന്നത്. കാരണം എന്താണ്? തിരിച്ചു വിളിച്ച് വന്നു കഴിഞ്ഞാൽ എന്താണ് വോട്ട് കിട്ടുമെന്നുള്ളത്. ഈ അവരെന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്? ബംഗാൾ പട്ടിണിയും പരിവട്ടമാണ്, CPM-കാര് പിന്നെ നശിപ്പിച്ചിട്ടു ആ സംസ്ഥാനം കൊല്ലം കൊണ്ട്. എന്നിട്ട് വന്നതും ഇവിടോട്ടാണ്. അവരിവിടെ വന്നപ്പോഴേ ഒരു സംഭവം ഉണ്ടായി. അത് നമ്മുടെ അബ്ദുള്ളക്കുട്ടി ഒരു പ്രസംഗത്തിൽ, തിരുവനന്തപുരത്ത് വന്നപ്പോൾ നടത്തിയ ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ചിലപ്പോൾ അതിനകത്തൊരല്പം അതിശോക്തി കലർത്തി പറഞ്ഞതാണെങ്കിലും എന്തായാലും അത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. അതായത് കണ്ണൂർ ഭാഗത്ത് നിന്ന് കുറച്ച് ബംഗാളികളെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു. ഇവരുടെ കുറ്റം എന്താണെന്ന് അറിയാമോ? അവിടെ ഈ കണ്ണൂരിലെ കവലകളിലൊക്കെ ഈ ചുവന്ന കൊടി കണ്ടു, അതെല്ലാം ഇവർ നശിപ്പിച്ചു. അവർ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു ഞങ്ങൾ ഇനിയും നശിപ്പിക്കുമെന്ന്. അപ്പോഴാണ് ഇവർ കൂടുതൽ ചോദ്യം ചെയ്തത്.
ഇനിയും നശിപ്പിക്കുമെന്ന്. പോലീസ് അവരുടെ സ്റ്റേഷനിൽ നാട് നശിപ്പിക്കുക, അവര് പറഞ്ഞത് ഈ കൊടിയാണ് സാർ ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ച് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്, അത് കാണുമ്പോൾ ഞങ്ങൾക്ക് കലിയിളകുമെന്ന്. ഇത് അബ്ദുള്ളക്കുട്ടി വളരെ രസകരമായി പറഞ്ഞ കാര്യമാണ്. നമുക്ക് ബീഹാറിലേക്ക് തിരിച്ചു. അപ്പൊ ഇവര് മമതയെ പോലുള്ള അവരൊക്കെ ഇത്രയും സൗകര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുത്ത് ആ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള തീവ്രവാദികൾക്ക് നുഴഞ്ഞു കയറി വരാൻ അവസരമാണ്. കാരണം ഒരു എന്താണ് ഒരു ആൾക്കൂട്ടത്തിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ മറ്റു കയറി വരുന്നവർ ആരാണെന്ന് അറിയപ്പെടാൻ അത് പോകുന്നുണ്ട്. അപ്പം ഈ ബീഹാറിൽ വന്നിരിക്കുന്ന അവരെ 3 പേരെ ഉള്ളുവെങ്കിലും അതിന്റെ പിന്നിൽ വലിയ ആസൂത്രണമുണ്ട്. നമ്മൾ വാച്ച് ചെയ്യേണ്ട കാര്യം അസീം മുനീറിന്റെ ഓരോ നീക്കവും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ നോക്കിക്കാണുന്നു. പഹൽഗാമിലെ ഭീകരാക്രമണം കഴിഞ്ഞപ്പോ പറഞ്ഞു ഞങ്ങൾ അതിനകത്തൊന്നും പങ്കാളികളെല്ലാം ആദ്യ സമയത്തെല്ലാം കൊടുത്തല്ലോ. എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒന്നും പറയാനുമില്ല. തക്ക മറുപടി കിട്ടിക്കഴിഞ്ഞപ്പോഴോ പിന്നെ നെട്ടോട്ടമാണ്. പിന്നെ ട്രംപുമായിട്ട് കൂട്ടുകെട്ടിന് പോകുന്നു അല്ലേ? അല്ല, പാക് ഭരണകൂടം പാർലമെന്റിൽ തന്നെ ഏതാണ്ട് അത് സമ്മതിച്ചു. ഈ നമ്മുടെ മണ്ണിൽ നിന്നാണ് ഈ പഹൽഗാമിലെ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന് അവര് ഒരു ഭാഗികമല്ല, ഏതാണ്ട് 3/4 ഭാഗവും അവരുടെ സമ്മതം പുറത്തു വന്നു കഴിഞ്ഞു. അവിടുത്തെ ഒരു MP തന്നെ പാർലമെന്റിൽ വിളിച്ചു. അപ്പൊ ഇതൊക്കെ കാലാകാലങ്ങളിലായിട്ട് ഇന്ത്യൻ മണ്ണിലേക്ക് ഈ എന്താ പറയുക അട്ടിമറി നടത്താനായിട്ട് ഇങ്ങനെ ഭീകരന്മാരെ പറഞ്ഞു വിടുന്ന ആ പ്രവണത ഇപ്പോൾ ഇതാ ബീഹാർ തെരഞ്ഞെടുപ്പിലും ആ തെരഞ്ഞെടുപ്പിനെയും അട്ടിമറിക്കാൻ അതിന് മുന്നോടിയായിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഇവർ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. മുമ്പ് നമുക്കറിയാം ഗയയിലൊക്കെ സ്ഫോടനമുണ്ടായത് നമുക്ക് ഓർമ്മയുണ്ട്. ഗയയിലടക്കം സ്ഫോടനമുണ്ടായതാണ്. അവിടെ ഒരു വലിയ ബുദ്ധക്ഷേത്രമുണ്ട്. വലിയ ബുദ്ധൻ്റെ ഒരു സ്വർണ്ണ പ്രതിമയൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്, സ്വർണം പൂശിയ പ്രതിമയാണ്. അങ്ങനെയുള്ള ഗയയിൽ വരെ, ബുദ്ധഗയ എന്ന് പറയുന്ന അവിടെ വരെ ഈ സ്ഫോടനം നടത്താൻ തയ്യാറായ ആൾക്കാരാണ് ഈ ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ഭീകരന്മാർ ഒട്ടുമുക്കാലും. അപ്പോൾ ഇത് നേരിടാൻ എങ്ങനെയാണ് സാർ? എന്തെങ്കിലും അതിന്റെ പദ്ധതികളെ കുറിച്ച് വല്ലതും? അല്ല, ഇന്റലിജൻസിന്റെ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇവരെ സുരക്ഷ ശക്തിപ്പെടുത്തും. അതുമല്ല, ബീഹാറിലെ പാറ്റ്നയിലാണ് ഇവരുടെ ഈ സമാപനം, ഈ രാഹുൽ ഗാന്ധി. അതുകൊണ്ട് അതീവ സുരക്ഷയിലേക്ക് പോകും. കാര്യം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ചെറിയ പാകപ്പിഴ വന്നാൽ ഉടനെ അത് മതി ഈ രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും. അതെ, മോദിയുടെ രാജ്യം ഭീകരർ വാഴാൻ തുടങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിപ്പുകേടാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ എന്തായാലും ഇതിനകത്ത് കൃത്യമായ റിപ്പോർട്ട് വന്നിട്ടുള്ള സ്ഥിതിക്കും ഈ അതീവ സുരക്ഷയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. പഴുതടച്ചുള്ള രീതിയിലേക്ക് പോകും. അത് ഇവിടം കൊണ്ട് മാത്രം അവസാനിക്കത്തില്ല. തെരഞ്ഞെടുപ്പ് വരെയും അതീവ സുരക്ഷയിൽ തന്നെ ആയിരിക്കും പോവുക. നമുക്കറിയാം, ബീഹാറിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മുൻകാലങ്ങളിലൊക്കെ പലതരത്തിലുള്ള അക്രമങ്ങളാണ്, ജംഗിൾ രാജാണ് നടന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഈ ഒരു സാഹചര്യം, ഈ ഭീകരാക്രമണ ഒരു നമുക്കത് ഈ മുമ്പുള്ള കാശ്മീരിൽ നടന്ന സംഭവത്തിന്റെ ഒരു തുടർച്ചയായിട്ട് ഇവരെ ഏതെങ്കിലും തരത്തിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം പല വഴികളിലൂടെയും നോക്കും. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. അതാണ്. അതുകൊണ്ട് ജാഗ്രതയിലാണ് രാജ്യം എന്നുള്ളതാണ്. അത് അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അഥവാ എന്തെങ്കിലും ഒരു ചെറിയ ഒരു നീക്കം ഉണ്ടായാൽ കനത്ത തിരിച്ചടി തന്നെ. അത് ഇനിയിപ്പോ അത്രയും ദിവസമൊന്നും കാത്തിരിക്കത്തില്ല, ഉടൻ തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ കാരണം ഇന്ത്യയിലെ കയ്യില് എന്തായുധമുണ്ട് എന്ന് പോലും പലർക്കും അറിഞ്ഞുകൂടാ. ഒരു രഹസ്യമായിട്ട് അതിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ പലരെയും തകർക്കാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ട്, ഇന്ത്യയിൽ സജ്ജമാണ് എന്നുള്ളത് കൂടി അവരറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും.